ഹലോ മക്കളെ, എല്ലാവർക്കും സൈലത്തിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ തഥാഗത എന്ന പാഠഭാഗത്തിലെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ തഥാഗത എന്ന് പറയുന്ന ചാപ്റ്റർ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഈ ചാനലിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ടീച്ചർ മലയാളത്തിൻ്റെ ഒരു വീഡിയോ ഇട്ട സമയത്ത് അതിൻ്റെ താഴെ കുറേ കമൻറ്റുകൾ കണ്ടിരുന്നു. എന്താണ് തഥാഗത എന്ന് പറയുന്ന ചാപ്റ്റർ ഒന്ന് പറഞ്ഞു തരുമോ എന്നുള്ള കമൻറ്റുകൾ കണ്ടിരുന്നു. അപ്പോൾ മക്കൾ നിങ്ങൾ ഈ ദിവസം ഇട്ട വീഡിയോ ആണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അതിൻ്റെ താഴേക്ക് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ എല്ലാ സബ്ജക്റ്റിൻ്റെയും എല്ലാ പാഠഭാഗത്തിൻ്റെയും വീഡിയോസ് നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടില്ലാത്ത, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള പാഠഭാഗമാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് താഴോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഈ ചാനലിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് കേട്ടോ. അപ്പോൾ തഥാഗത എന്ന് പറയുന്ന ചാപ്റ്റർ ഓൾറെഡി ടീച്ചർ ചെയ്താണ്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്ത മക്കൾ എന്ത് ചെയ്യാം, അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ പാഠഭാഗം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കഥയാണ്. കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഷിതയാണ് ഈ കഥ എഴുതിയത്. വളരെ മനോഹരമായ ഒരു കഥയാണ്. മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട എഴുത്തുകാരികളിൽ ഒരാളാണ് അഷിത എന്ന് പറയുന്ന എഴുത്തുകാരി. അപ്പോൾ തഥാഗത എന്ന് പറയുന്ന കഥയിൽ ഒരു അമ്മയും മകളും ഒരു അമ്മയുടെയും മകളുടെയും വളരെ മനോഹരമായിട്ടുള്ള ഒരു ബോണ്ടിൻ്റെ ആത്മബന്ധത്തിൻ്റെ കഥയാണ് തഥാഗത എന്ന് പറയുന്നത്. ഓർമ്മകൾ നഷ്ടപ്പെട്ടു പോയ അൽഷിമേഴ്സ് എന്ന് പറയുന്ന രോഗം ബാധിച്ചിട്ടുള്ള ഒരു അമ്മയും ആ അമ്മയുടെ ഓർമ്മകൾ തിരികെ വരാനായി കാത്തിരിക്കുന്ന മകളുടെയും കഥയാണ് ഈ ഒരു നമ്മുടെ ഈ ഒരു തഥാഗത എന്ന പാഠഭാഗത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്ന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ഈ പേരിനെ സൂചിപ്പിക്കുന്നത് തന്നെയാണ്. എന്താണ് ആ പേരിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? തഥാഗത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അങ്ങനെ പോയവൻ എന്നുള്ള അർത്ഥത്തിൽ പാലി ഭാഷാ പദമാണ് കേട്ടോ. പാലി ഭാഷയിലുള്ള ഒരു പദമാണ് തഥാഗത എന്ന് പറയുന്നത്. ഗൗതമ ബുദ്ധനെയോ അല്ലെങ്കിൽ മറ്റു ബുദ്ധന്മാരെയോ ഒക്കെ സൂചിപ്പിക്കാൻ വേണ്ടി, പരാമർശിക്കുവാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള പദമാണ്. തഥാഗത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പോയവൻ എന്നുള്ള അർത്ഥമാണ്. തഥാ ആഗത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വരിക എന്നുള്ളതാണ് ആഗത എന്നുള്ള വാക്കിന്റെ അർത്ഥം. അപ്പൊ തഥാ ആഗത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വന്നവൻ എന്നുള്ള അർത്ഥമാണ്. തഥാ അഗത എന്ന് പറഞ്ഞാൽ അങ്ങനെ പോയിട്ടില്ലാത്തവൻ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ എന്തുകൊണ്ടാണ് കഥയ്ക്ക് ഇങ്ങനെ ഒരു പേര് കൊടുത്തത് എന്ന് നമ്മൾ ആലോചിക്കില്ലേ അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ആ ചോദ്യം വരിക. തഥാഗത എന്ന ശീർഷകം കഥയ്ക്ക് എത്രമാത്രം യോജിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ കഥാഭാഗത്തിന്റെ ശീർഷകം കഥയ്ക്ക് എത്രത്തോളം, അല്ലെങ്കിൽ കഥ ശീർഷകത്തിന്റെ ഔചിത്യം വ്യക്തമാക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മൾ മലയാളത്തിൽ കാണാറില്ലേ. ചിലപ്പോൾ 5 മാർക്കിനായിരിക്കും ചോദിക്കുക, ഇല്ലെങ്കിൽ ചിലപ്പോൾ 7 മാർക്കിനായിരിക്കാം നമുക്ക് ഈ ഒരു ചോദ്യം ചോദിക്കാം. അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് തന്നെ നമ്മൾ അതിനെ കണക്കാക്കുക. ഓക്കെ, അപ്പോൾ കഥ വിശകലനം ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം സമർത്ഥിക്കാനാണ് പറഞ്ഞത്. അപ്പൊ ഇതൊരു പാലി ഭാഷാ പദമാണ് എന്നുള്ളത് ഓൾറെഡി ടീച്ചർ പറഞ്ഞു. അപ്പൊ നിങ്ങൾ നോക്കൂ, തഥാഗത വളരെ അനുയോജ്യമായൊരു ശീർഷകമാണെന്ന് നമുക്ക് പറയാം. കാരണം എന്താണ്? ഇവിടെ അമ്മയുടെ അവസ്ഥ എന്താണ്? ഓർമ്മകൾ ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് ഓർമ്മകൾ വരുന്നു, ഇടയ്ക്ക് ഓർമ്മകൾ പോകുന്നു ഇപ്പൊ ഇടയ്ക്ക് നമ്മളുടെ കഥയിൽ ഈ ഓർമ്മകൾ നഷ്ടപ്പെടുന്ന അമ്മയുടെ മകളുടെ മകൻ വിളിക്കുന്നുണ്ട്. അപ്പൊ ആ കുട്ടിയുടെ പേരൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ കുറച്ച് സമയം കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു, മറന്നു പോകുന്നു. അപ്പൊ ഓർമ്മകൾ വരുന്നുണ്ട്, ഓർമ്മകൾ പോകുന്നുണ്ട്, ഓർമ്മകൾ വരുന്നു, ഓർമ്മകൾ പോകുന്നു അപ്പൊ വിചാരിക്കാത്തപ്പോ കയറി വന്ന് അങ്ങനെ അങ്ങ് ഇറങ്ങിപ്പോകുന്ന തഥാഗതയായി എൻ്റെ അമ്മ എന്നെ നോക്കുന്നു എത്ര നിർമ്മമമായ നോട്ടം എന്ന് കഥയിൽ ഒരിടത്ത് പറയുന്നുണ്ട് അപ്പൊ തഥാഗതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധനാണ്. പ്രതീക്ഷിക്കാതെ കടന്നു വരികയും തിരികെ പോവുകയും ചെയ്യുന്നവൻ അപ്പൊ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ അമ്മയുടെ അവസ്ഥ എങ്ങനെയാണ്? തഥാഗതമായിട്ടുള്ള അവസ്ഥയാണ് ഓർമ്മകൾ ഇങ്ങനെ വരുന്നു ഇറങ്ങിപ്പോകുന്നു, ഇറങ്ങിപ്പോകുന്നു, വരുന്നു, വരുന്നു, ഇറങ്ങിപ്പോകുന്നു. അപ്പൊ അങ്ങനെയാണ് ഓർമ്മകൾ ഉള്ളത് അത് ചിരിക്കേണ്ട കാര്യമല്ല. അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മളുടെ ചുറ്റിലുണ്ട്, അവിശ്വതകളിലൂടെ കടന്നു പോകുന്ന ആ രോഗത്തിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. അപ്പൊ ഓർമ്മകൾ നഷ്ടപ്പെട്ടു പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പിന്നെ എന്തിനാ നമ്മൾ ജീവിക്കാൻ ആലോചിച്ച് നോക്കൂ നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളെ നമ്മൾ മറന്നു പോവുക, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഓർമ്മകളെ നമ്മൾ മറന്നു പോവുക നമ്മുടെ ഇടങ്ങള്, നമ്മളുടെ സ്വന്തമായ ആളുകള്, നമ്മളുടെ വീട് ഏറ്റവും പ്രിയപ്പെട്ട നമ്മളുടെ അച്ഛനും അമ്മയും സുഹൃത്തുക്കളും ഇനി മക്കളുള്ള ആളുകൾക്ക് മക്കളെ മറന്നു പോകുക. അതൊക്കെ ഏറ്റവും എന്താണ് വേദനാജനകമായിട്ടുള്ള അനുഭവമാണെന്നാണ് നമുക്ക് തിരിച്ചറിയേണ്ടത്. അപ്പൊ അങ്ങനെ ഓർമ്മകൾ നഷ്ടപ്പെട്ടു പോയൊരമ്മ ആ അമ്മയുടെ ഓർമ്മകൾ എന്ത് ചെയ്യുന്നു, ഇടയ്ക്ക് കടന്നു വരുന്നുണ്ട്, ഇടയ്ക്ക് അത് ഇറങ്ങി പോകുന്നുണ്ട് അപ്പൊ ഈ തഥാഗതൻ പ്രതീക്ഷിക്കാതെ കടന്നു വരികയും തിരികെ പോവുകയും ചെയ്യുന്ന ബുദ്ധന്റെ ആ ഒരു സൂചിപ്പിക്കുന്ന ആ ഒരു പദത്തോട് എന്താണ് നമുക്ക് ചേർത്ത് നിർത്താൻ പറ്റുന്ന ഒരു പദം തന്നെയാണ് അമ്മയുടെ ഓർമ്മകളും അതേപോലെയാണ് ഒന്നിനോടും മമതയില്ലാത്തവനാണ് ബുദ്ധൻ ഒന്നിനോടും എന്താണ് പ്രത്യേകിച്ച് ഒരു മമതയും ഇല്ലാത്ത ഒരാളാണ് അതേപോലെ ആകുലതകളില്ല,
ലൗകിക സുഖങ്ങളിൽ വിരക്തനായ ബുദ്ധന്റെ ഭാവമാണ് കഥയിലെ ഓർമ്മകളില്ലാത്ത അമ്മയുടെ. അമ്മയ്ക്കും പ്രത്യേകിച്ച് ഒന്നിനോടും അല്ലെ, കാരണം അറിയില്ല, എല്ലാം മറന്നുപോയിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഒന്നിനോടും പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള ആത്മബന്ധവും അടുപ്പും ഒന്നും അമ്മയ്ക്കില്ല അല്ലെ. അമ്മയും അതേപോലെ ബുദ്ധനെ പോലെ എന്ത് ചെയ്യാണ്, തന്റെ എന്താ പറയാ, ഓർമ്മകൾ നഷ്ടപ്പെട്ട ലോകത്ത് ജീവിക്കുകയാണ് അല്ലെ. അമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥയുമായി ഏറ്റവും ഇണങ്ങുന്നതാണ് നമ്മളുടെ തഥാഗത എന്ന് പറയുന്ന ശീർഷകം അല്ലെ. കാരണം എന്താണ്, ഓർമ്മകൾ നഷ്ടപ്പെട്ടു പോയ അമ്മയോടൊപ്പമുള്ള ഓർമ്മകളിൽ ജീവിക്കുന്ന മകളുടെയുമാണ് അല്ലെ കഥയാണ് തഥാഗത എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ മകളെ ചൊല്ലി ഒരു കാലത്ത് അമിതമായിട്ടുള്ള ഉത്കണ്ഠകളായിരുന്നു, വേവലാതികളൊക്കെ ആയിരുന്നു അമ്മയ്ക്ക് ഉണ്ടായിരുന്നത് അല്ലെ. ഒരുപാട് കൂട്ടുകാരികളുടെ കൂടെ സ്കൂൾ വിട്ട് വരുന്ന അല്ലെ മകളുടെ കാൽപാദത്തിന്റെ ശബ്ദം വരെ വേർതിരിച്ചറിയാൻ പറ്റുന്ന പാകത്തിൽ അല്ലെ. ഒരു 5 മിനിറ്റ് വൈകി കഴിഞ്ഞാൽ തന്റെ നെറ്റിയിൽ ചുളിവ് പടർത്തുന്നൊരു അമ്മയായിരുന്നു. മകളെ കുറിച്ച് അത്രയും ടെൻഷൻ ഉണ്ടായിരുന്ന, അവലാദികൾ ഉണ്ടായിരുന്ന, മകളെ ജീവന് തുല്യം സ്നേഹിച്ചൊരു അമ്മയാണ് പിന്നീട് ആ മകളെ തന്നെ മറന്നു പോകുന്നത് അല്ലെ. അപ്പോൾ ഈ മകളെ ചൊല്ലി അല്ലെ അമിതമായ ഉത്കണ്ഠകളും വേവലാതികളുമുള്ള അമ്മ ഇപ്പൊ എന്ത് ചെയ്യാണ്, ഓർമ്മകൾ അല്ലെ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. അപ്പൊ ആ മകൾ എന്ത് ചെയ്യണു, അമ്മയെ ഓർമ്മകളിലേക്ക് വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് അല്ലെ. അങ്ങേയറ്റം പ്രാർത്ഥനയോടുകൂടെ മകള് കാത്തിരിക്കുന്നതാണ് കഥയിൽ നമ്മൾ കാണുന്നത് അല്ലെ. അപ്പോൾ ഈ പാലി ഭാഷാ പദമായ തഥാഗത അല്ലെ, അങ്ങനെ പോയവൻ അല്ലെ, അങ്ങനെ വന്നവൻ എന്നൊക്കെയുള്ള അർത്ഥങ്ങളുണ്ട്. ഓൾറെഡി ടീച്ചർ പറഞ്ഞാണ്, നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഓർമ്മകൾ എന്നും അല്ലെ വന്നും പോയും ഇരിക്കുന്ന സ്ത്രീ എന്ന അർത്ഥത്തിലാണ് ഇവിടെ അഷിതയുടെ കഥയിൽ തഥാഗത എന്ന് പറയുന്ന പദം എന്ത് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ അമ്മയിൽ നിന്നുള്ള എന്തെങ്കിലുമൊക്കെ പ്രതികരണത്തിനായിട്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ആര്, മകള്. അപ്പൊ അമ്മയുടെ നെറ്റിയില് ചുളിവുകളുടെ എണ്ണം കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു, മകള് ഉത്സാഹത്തോടെ അല്ലെ അമ്മയുടെ ഓർമ്മകളുടെ, അപ്പൊ അമ്മ എന്തെങ്കിലും ചുളിവുകളുടെ എണ്ണം കൂടുമ്പോൾ എന്താണ്, അമ്മ ഇങ്ങനെ എന്തോ ആലോചിക്കുമ്പോഴാണ് ഇങ്ങനെ നെറ്റിയൊക്കെ ചുളി അല്ലെ. അപ്പൊ മകള് പ്രതീക്ഷയോടെ കാത്തിരിക്കും, എന്തോ പറയാൻ വരികയാണ്, എന്തോ ഓർക്കുകയാണെന്നുള്ള പ്രതീക്ഷയോടെ കാത്തിരിക്കും അല്ലെ. പക്ഷെ അടുത്ത നിമിഷം തന്നെ എന്താണ്, അമ്മയുടെ മനസ്സിൽ നിന്ന് അത് പോകും അല്ലെ, ഓർത്തിരുന്ന കാര്യത്തെ തന്നെ മറന്നു പോവാം അല്ലെ. അപ്പൊ പിന്നെയും എന്ത് ചെയ്യാണ്, മകള് അല്ലെ പ്രതീക്ഷകൾ നഷ്ടപ്പെടുകയാണ് അല്ലെ. അങ്ങനെ കുറെ ഉപമകളൊക്കെ ടെക്സ്റ്റിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെ പ്രതീക്ഷയുടെയും നിരാശയുടെയും, പ്രതീക്ഷയും വരുന്നുണ്ട് മകളുടെ മനസ്സിൽ, നിരാശയും വരുന്നുണ്ട്. അമ്മ ഓർക്കുമ്പോൾ പ്രതീക്ഷ വരുന്നു, നെറ്റിയൊക്കെ ചുളിയുമ്പോൾ എന്തോ ഓർക്കുന്നുണ്ടെന്ന് ആലോചിക്കുമ്പോൾ പ്രതീക്ഷ വരുന്നു, അത് നഷ്ടപ്പെടുമ്പോൾ എന്താണ്, നിരാശയാവുന്നു അല്ലെ. അപ്പൊ അതും ആ പ്രതീക്ഷയും നിരാശയും വന്നു പോകുന്ന അവസ്ഥയും എന്ത് ചെയ്യാം, നമുക്ക് കഥയിൽ അല്ലെ തഥാഗത എന്ന വാക്കിനോട് നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇങ്ങനെ മകളുടെയും അമ്മയുടെയും അല്ലെ ആ മാനസികാവസ്ഥയെയും അല്ലെ പരിസരത്തെയും ഒക്കെ എന്താണ് ഈ ഒരു പദവുമായിട്ട് നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റുകയാണ്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് പാഠഭാഗത്തിന് ഏറ്റവും ഉചിതമായ അല്ലെ കഥയുടെ സന്ദർഭവുമായിട്ട് ഏറ്റവും ഉചിതമായി നിൽക്കുന്ന ഒരു പേര് തന്നെയാണ് എന്ത്, തഥാഗത എന്നുള്ള വാക്ക് അല്ലെങ്കിൽ പദം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വിശദമായിട്ട് എന്ത് ചെയ്യണം, മാർക്കിനനുസരിച്ച് ആ ചോദ്യത്തിന്റെ ഉത്തരം മക്കൾക്ക് എഴുതാൻ പറ്റണം കേട്ടോ. അപ്പൊ അതേപോലെ മക്കൾ ഇനി ഏതാണ് നിങ്ങൾക്ക് സംശയമുള്ളത് അല്ലെ എന്നൊക്കെ ഉള്ളത് എന്ത് ചെയ്യുക, മക്കളെ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പൊ അടിപൊളിയായിട്ട് പഠിക്കണം. സമയമൊക്കെ വളരെ അടുത്ത് കഴിഞ്ഞു പരീക്ഷയ്ക്ക് അല്ലെ. ലാസ്റ്റ് മിനിറ്റിലേക്കൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നേരത്തെ തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. നല്ല മാർക്കൊക്കെ വാങ്ങണ്ടേ അല്ലേ, അടിപൊളിയായിട്ട് നല്ല മാർക്കൊക്കെ വാങ്ങണ്ടേ നമുക്ക്. അപ്പൊ ഉഷാറായിട്ട് പഠിക്കുക കേട്ടോ. ഉഷാറായിട്ട് പഠിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഫുൾ മാർക്കൊക്കെ മലയാളത്തിന് സ്കോർ ചെയ്യണം. അപ്പൊ മലയാളം സെക്കൻഡ് മാത്രമല്ല, ഫസ്റ്റിലെയും ചാപ്റ്റേഴ്സ് ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും ഡൗട്ടൊക്കെ ഉള്ള പാഠഭാഗങ്ങൾ ഉണ്ടാവും. മക്കൾ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ടീച്ചർക്ക് അത് മനസ്സിലാവും ഏത് പാഠഭാഗമാണ് വേണ്ടതെന്നുള്ളത്. അപ്പൊ അതത് വീഡിയോസ് ടീച്ചർ ചെയ്തു തരുന്നതായിരിക്കും. അപ്പൊ മക്കളത് കമന്റ് ചെയ്യുക, അടിപൊളിയായിട്ടിരിക്കുക, ഉഷാറായിട്ടിരിക്കുക. ബൈ.